എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം. ഒരു വാർത്താ വിശകലന വീഡിയോ ആണ്, ഒരു ഫോളോ അപ്പ് ന്യൂസ് ഡിസ്കഷൻ ആണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയുടെ ഇൻട്രോയിൽ ഞാൻ പറഞ്ഞു, ഈ സമൂഹത്തിന്റെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യമെന്ന് എനിക്ക് തോന്നുന്നത് ചർച്ചകളാണ്. ഓരോ കാലഘട്ടത്തിലും ഓരോ കാര്യങ്ങൾ വലിയ കാര്യമായി ചർച്ച ചെയ്ത് നമ്മളത് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നു. പല ആളുകളും അതിൽ നിന്ന് അറിവ് ആർജിക്കുന്നു. ഈ ദിനങ്ങളിലെ പ്രധാനപ്പെട്ട ചർച്ചകൾ കോടതി, നിയമവ്യവഹാരം എന്നിവയുമായി ബന്ധപ്പെട്ട് ഉള്ളതാണ്. നെയ്യാറ്റിൻകര ഷാരോൺ മർഡർ കേസ്, ബോബി ചെമ്മണ്ണൂരിന്റെ കേസ്, നെയ്യാറ്റിൻകര സമാധി കേസ്, ഇത്തരത്തിലുള്ള കേസുകളൊക്കെ സമൂഹത്തിൽ ചർച്ചയാവുന്ന സമയത്ത് അതിനോടൊപ്പം അറിയാതെ ആളുകൾക്ക് ഒരു ബേസിക് ലീഗൽ അവയർനെസ് കൂടി കിട്ടുന്നുണ്ട്. ഇന്നലെ പ്രധാനപ്പെട്ട ചർച്ചയായത് ഒരാളുടെ പ്രതികരണമാണ്, ചില അഭിപ്രായങ്ങളാണ്, അദ്ദേഹത്തിന്റെ ചില വീക്ഷണങ്ങളാണ്. അത് കമാൽ പാഷ സാറിൻ്റെതാണ്. റിട്ടയർഡ് ജസ്റ്റിസ് കമാൽ പാഷ സാറിന്റെ പല പ്രതികരണങ്ങളും വീക്ഷണങ്ങളും വിലയിരുത്തലുകളും എനിക്ക് പേഴ്സണലി യോജിക്കാൻ പറ്റാത്തതാണ്. പലപ്പോഴായി നിങ്ങൾ ചില വിമർശന വീഡിയോസ് ഒക്കെ ഇവിടെ കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഈ ഷാരോൺ രാജ് മർഡർ കേസിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു ശ്രമങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും പ്രോപ്പർ ലീഗൽ അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് നിസ്സംശയം പറയാം. അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളിൽ ചില പോയിന്റുകളുണ്ട്. ഇന്നലെ അദ്ദേഹത്തെ എയറിലേക്ക് കൊണ്ടുപോകാനായിട്ട് വലിയ തിടുക്കം പല ആളുകൾക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ പഴയ സിനിമകളിൽ കൊല്ലം തുളസി വന്ന് പറയുന്നത് പോലെ മുഖ്യമന്ത്രി രാജിവെക്കണം എന്നതുപോലെ പറയുന്ന ഒരു സംഗതിയാണ് രാഹുൽ ഈശ്വർ വന്നിട്ട് പുരുഷാവകാശ കമ്മീഷൻ വേണം, പുരുഷാവകാശ കമ്മീഷൻ വേണം എന്നുള്ളത്. വളരെ രസകരമായിട്ട് ആസ്വദിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അദ്ദേഹം ഈ കമാൽ പാഷ സാർ ഷാരോൺ രാജിനെ അപമാനിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തുന്നത് എന്ന് പറയുകയുണ്ടായി. ശരിയാണ്, ഷാരോൺ രാജ് മർഡർ കേസിൽ ആദ്യഘട്ടങ്ങളിൽ വന്ന ചില വാർത്തകളിൽ ഒരു ബ്ലാക്ക് മെയിലിംഗിന്റെ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഷാരോൺ രാജിന്റെ കയ്യിൽ ചില വീഡിയോസ് ഒക്കെ ഉണ്ട്, അത് ഗ്രീഷ്മയുടേതാണ്. അത് വെച്ചിട്ട് ഇദ്ദേഹം ഭീഷണിപ്പെടുത്തി. ശക്തമായിട്ടുള്ള ഒരു ഭീഷണിയല്ല, വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഭീഷണി ഉണ്ടായിരുന്നു. ബന്ധത്തിൽ നിന്നിട്ട് മാറിക്കൊടുക്കാനായിട്ട് വിസമ്മതിച്ചു, അതുകൊണ്ടാണ് കൊലപാതകം നടന്നത് എന്നൊക്കെ പറയുകയുണ്ടായി. ഇതൊന്നും സ്ഥിരീകരിക്കുന്ന തരത്തിലേക്കുള്ള ഒന്നും പിന്നീട് പല വാർത്തകളിലും നമ്മൾ കേട്ടില്ല. എന്നാൽ ഈ ഒരു വിധി വന്നതിന് ശേഷം, ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ കോടതി വിധിച്ചതിന് ശേഷം കമാൽ പാഷ സാർ വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ശരിയാണ്, അത് ഷാരോൺ രാജിന്റെ കുടുംബത്തിന് അപമാനമുണ്ടാക്കുന്ന, മരിച്ച വ്യക്തിക്ക് അപമാനമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ കാര്യങ്ങൾ മാറ്റി നിർത്തിയാൽ അദ്ദേഹം പറഞ്ഞ ബാക്കി 90% കാര്യങ്ങളും ഇന്നലെ മുതൽ ഇന്ന് വരെ ലീഗൽ ഫ്രട്ടേണിറ്റീസിൽ കാര്യമായി തന്നെ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ്. പല പ്രഗത്ഭരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കും അഭിഭാഷകർക്കും റിട്ടയർഡ് ജഡ്ജസിനും ഒക്കെ വലിയ ഡൗട്ടുണ്ട് ഈ കോടതി വിധിയിൽ. കാരണം പലപ്പോഴും കോടതി, ജഡ്ജസ്, അഭിഭാഷകർ ഒരു കേസിനെ നോക്കിക്കാണുന്നത് മുന്നേ നടന്ന സമാനമായിട്ടുള്ള കേസുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ്. അതിലെ വിധിന്യായങ്ങളൊക്കെ കാര്യമായി തന്നെ ഒബ്സർവ് ചെയ്യപ്പെടും. ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മാർഗരേഖയൊക്കെ ഉണ്ട്. ആർക്കാണ് വധശിക്ഷ കൊടുക്കേണ്ടത്, ഏത് സാഹചര്യത്തിലാണ് വധശിക്ഷ കൊടുക്കേണ്ടത്. ഇന്നലെ വധശിക്ഷ കൊടുക്കുന്ന സമയത്ത് കോടതി പറഞ്ഞ ഒരു കാര്യമുണ്ട്, റെയറസ്റ്റ് ഓഫ് ദ റെയർ കേസ്. അത് വലിയ രീതിയിൽ ചർച്ചയാവും. ഈ ഒരു കേസിൽ എന്താണ് ഇത്ര അസാധാരണത്വം? ഇത് സ്ഥിരമായി തന്നെ നടക്കുന്ന ഒരു ക്രൈം ആണല്ലോ. ഇവിടെ പൊതുബോധത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു സ്ത്രീയുണ്ട്. അതൊരു അസാധാരണത്വമാണോ? ശരിക്കും ഒരു ക്രൈമിൽ നോക്കുന്ന സമയത്ത് അതിനകത്ത് കോടതി തന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ജെൻഡർ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, പ്രായം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലുള്ളൊരു കേസ്, പങ്കാളിയെ കൊല്ലുന്ന ഒരു കേസ്, അത് റെയറായിട്ടുള്ള ഒരു കേസല്ല. പല രീതിയിൽ ഇവിടെ പ്രണയ പകകളുടെ ഭാഗമായിട്ട് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 1-2 വർഷങ്ങൾക്ക് മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, പല സെന്റ് തോമസ് കോളേജിൽ ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട്. പ്രണയപ്പക എന്നോ മറ്റോ ആണ് അതിന്റെ ടൈറ്റിൽ കൊടുത്തിരുന്നത്. പ്രണയത്തിൽ നിന്നിട്ട് പിന്മാറിയത് കൊണ്ടോ അഭ്യർത്ഥന നിരസിച്ചത് കൊണ്ടോ ഒരു ആൾ വന്ന് ഒരു പെൺകുട്ടിയെ കുത്തി കൊലപ്പെടുത്തുകയാണ്. സഹപാഠിയാണ്. ഈ ചെറിയ കത്തി ഉപയോഗിച്ചിട്ട് പല ആവർത്തി കുത്തി കൊല്ലുകയാണ്. ആ ഒരു കേസും ഇതേപോലെ സമാനമായിട്ടുള്ള ഒരു കേസ് തന്നെയാണ്. ഈ ജെൻഡർ ഫ്ലിപ്പ് ആയതുകൊണ്ട് ഇത് റെയറസ്റ്റ് ഓഫ് ദ റെയർ ആവുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ കഴിഞ്ഞ 5-6 വർഷങ്ങൾക്കിടയിൽ ഇതേ പ്രായമുള്ള പങ്കാളികൾക്കിടയിൽ കൊലപാതകം ഉണ്ടായിട്ടുണ്ട്. അത് പുരുഷന്മാർ സ്ത്രീകളെ കൊല്ലുന്നതായിരുന്നു കൂടുതൽ. അന്നൊന്നും വലിയ കാര്യമായിട്ടുള്ള വാർത്തയായിട്ടില്ല. അപ്പോൾ ഈ ജെൻഡർ ഫ്ലിപ്പ് ആയതുകൊണ്ടാണോ ഇത് വലിയ ചർച്ചയാവുന്നത് എന്നുള്ളതും വലിയ വാലിഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അതേപോലെ ഇന്നലെ വന്ന മർഡർ ആൻഡ് റേപ്പ് കേസിന്റെ വിധി, RJ കർ മെഡിക്കൽ കോളേജിലെ ആ ഒരു പ്രതിക്ക് മരണം വരെ ജീവപര്യന്തമാണ് വിധിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കേസിൽ എന്തുകൊണ്ട് വധശിക്ഷ കൊടുത്തില്ല എന്നുള്ളതിന് അവിടുത്തെ കോടതി പറഞ്ഞിരിക്കുന്നത് ഇത് റെയറസ്റ്റ് ഓഫ് ദ റെയർ കേസ് അല്ല എന്നുള്ളതാണ്. വളരെ ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു റേപ്പ് ആൻഡ് മർഡർ ആണ്. കണ്ണ് ചൂടി നിർത്തുന്നതും കാല് ഒടിച്ചെന്നും ഒക്കെ നമ്മൾ കണ്ടതാണ്. മർദ്ദിച്ച് ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയത്. അപ്പോൾ അത് റെയറസ്റ്റ് ഓഫ് ദ റെയർ ആവുന്നില്ല, ഇത് റെയറസ്റ്റ് ഓഫ് ദ റെയർ ആവുന്നു എന്നുള്ളിടത്താണ് ലീഗൽ ഫ്രട്ടേണിറ്റീസിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച നിലനിൽക്കുന്നത്. റിട്ടയർഡ് SP ജോർജ് ജോസഫ് സാർ, കമാൽ പാഷ, അങ്ങനെയുള്ള ആളുകളെല്ലാം
ഇതേ രീതിയിൽ തന്നെയാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ആ ഒരു വീഡിയോയുടെ പ്രസക്ത ഭാഗങ്ങൾ ഒന്ന് കേട്ടിട്ട് പറയാം. നിരപരാധിയായ എത്ര പെൺകുട്ടികളെ ഓരോരുത്തന്മാര് ഈ പ്രേമിച്ച് അമ്മക്കാർക്ക് പറയാം, അതിന് വേണ്ട, പക്ഷേ രക്ഷയില്ല, വെട്ടിക്കൊല്ലുന്നു, വീട്ടിൽ കയറി വെട്ടിക്കൊല്ലുക, കൊലപ്പെടുത്തി, ഇതിൽ അവൻ തുകയാണ് ആവും, അവന് യാതൊരു പ്രശ്നമില്ല, കാരണം അവൻ ജീവിച്ചിരിക്കണ്ട. പിന്നെ ഒരു തൂക്ക് ഇതങ്ങനെ പോയി തൂക്ക് മാറ്റം വന്നിട്ട് പഠിച്ച് വെടിവെക്കാൻ പഠിച്ച് അവിടെ പോയി ട്രെയിനിങ് എടുത്തിട്ട് വന്ന് ഒരു പെണ്ണിനെ ഒരു പെൺകുട്ടിയെ വെടിവെച്ചു നമ്മൾ കണ്ടല്ലേ, ഒരു പ്രൊഫഷണൽ കോളേജ് പഠിച്ച കുട്ടിയാണ്, അതിന് വെടിവെച്ചു. ഇതേപോലെ ചെയ്ത് വേറെ ഓരോ മനാസിന് എടുത്തു. ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ എന്താ ഇവനെയൊക്കെ തൂക്കിക്കൊല്ലണമെന്ന് പറഞ്ഞ് നമ്മൾ നടക്കാത്തത് ഇല്ല. അപ്പൊ അത് അവൻ ദൂരെ പോയി തൂക്ക് ഒരുപാട് വാങ്ങിക്കൊണ്ട് വന്ന് അവനെ ഇവിടെ വന്ന് ഈ പെൺകുട്ടിയെ അതിന്റെ ഹോസ്റ്റലിലോ കോളേജിലോ എന്നിട്ട് എവിടെയോ അതിക്രമം കയറി അവിടെ ചെന്ന് വെടിവെച്ചു ഒന്നാണ്. ഇതുപോലെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അന്നേരം ഈ ജനങ്ങൾ പറയുന്നില്ലല്ലോ, അതൊക്കെ അന്നേരമല്ലേ പറയേണ്ടതൊക്കെ. ഇപ്പൊ ഇതിന് നമുക്ക് ഈ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് സമൂഹത്തിന് പാടില്ല. കൊടുക്കണമെന്നല്ല, വധശിക്ഷ കൊടുക്കാൻ പാടില്ല ഞാൻ പറയാറില്ല. കാരണം വധശിക്ഷ കൊടുക്കേണ്ട കേസിനകത്ത് വധശിക്ഷ കൊടുക്കണം. കമാൽ പാഷ സാറിനെ കുറിച്ചിട്ടുള്ള എന്റെ പൊതുവായ ഒരു വിലയിരുത്തൽ ഞാൻ ആദ്യഘട്ടത്തിൽ കൊടുത്തിരുന്നു. എന്നാൽ ഈ ഒരു കേസിൽ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ വളരെ ശ്രദ്ധയോടെ കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് തന്നെ എത്രയോ വിധികൾ, വധശിക്ഷാ വിധികൾ മേൽക്കോടതികളിൽ പോയ സമയത്ത് വളരെ ചെറിയ ശിക്ഷയായിട്ട് ഇളവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം ഏത് കേസ് അവിടെ നിൽക്കും, വധശിക്ഷയൊക്കെ മേൽക്കോടതികളിൽ അംഗീകരിക്കപ്പെടുമ്പോൾ വധശിക്ഷ ആവണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ അതിനകത്ത് വേണം. അദ്ദേഹത്തിന് തന്നെ വിധികൾ മേൽക്കോടതികളിൽ നിന്നിട്ട് ഇളവ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ചിട്ട് കാര്യമായിട്ടുള്ള ഒരു പഠനം നടത്തിയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട്. മേൽക്കോടതികളിൽ അംഗീകരിക്കപ്പെടാൻ സാധ്യതയില്ലാത്തൊരു വിധിയാണ് എന്നുള്ളത് പരക്കെ ആളുകൾ അഭിപ്രായപ്പെടുന്നുണ്ട്. ഒരു വധശിക്ഷ കൊടുക്കാനായിട്ട് ഏതൊക്കെ കാര്യങ്ങളാണ് കൺസിഡർ ചെയ്യപ്പെടുക എന്നുള്ളതിനെ കുറിച്ചിട്ട് സുപ്രീം കോടതി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി അത് ആദ്യം ഒന്ന് പറയാം, എന്നിട്ട് ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് വിലയിരുത്തുക. ഗ്രേവസ്റ്റ് നേച്ചർ ഓഫ് ദ ക്രൈം മസ്റ്റ് ബി ഓഫ് എക്സ്ട്രീം ഡിപ്രാവിറ്റി, ക്രൂവൽറ്റി ആൻഡ് ഹീനിയസ്നെസ്. എക്സാമ്പിൾസ് ഇൻക്ലൂഡ് മാസ് മർഡേഴ്സ്, സെക്ഷൽ അസോൾട്ട് കപ്പിൾഡ് വിത്ത് ബ്രൂട്ടൽ കില്ലിംഗ്സ് ഓർ ആക്ട്സ് ഓഫ് ടെറർ. ഈ പറയുന്ന പോയിന്റുകളുടെ അടിസ്ഥാനത്തിൽ ഈ ഷാരോൺ രാജ് മർഡർ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറേയധികം കാര്യങ്ങളിൽ നമ്മളുടെ വൈകാരിക തലം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് സെക്ഷൽ അസോൾട്ട് കപ്പിൾഡ് വിത്ത് ബ്രൂട്ടൽ കില്ലിങ്സിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. നമ്മൾ RJ Kor മെഡിക്കൽ കോളേജിലെ കേസ് അങ്ങനെയുള്ളൊരു കേസായിരുന്നു, അതിൽ വധശിക്ഷ വിധിച്ചിട്ടില്ല. അതേപോലെ തന്നെ ആക്ട്സ് ഓഫ് ടെറർ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ പബ്ലിക്കായിട്ട് നിറയൊഴിച്ച് കൊല്ലുക, കുത്തി കൊലപ്പെടുത്തുക, അപ്പോൾ അത്തരത്തിലുള്ള ടെറർ അതും ഈ ഷാരോൺ രാജ് മർഡർ കേസിലില്ല. അപ്പോൾ പൊതുബോധത്തിന്റെ അടിസ്ഥാനത്തിലാണോ വിധി വന്നത് എന്നുള്ളൊരു സംശയം പല ആളുകൾക്കും തോന്നുക സ്വാഭാവികമാണ്. ഇതിൽ ഒന്നാമത് പറഞ്ഞ പോയിന്റുകളുടെ അടിസ്ഥാനത്തിൽ ഷാരോൺ രാജ് മർഡർ കേസ് നോക്കുമ്പോൾ പോലും അതിൽ കുറച്ച് വ്യക്തത കുറവുണ്ട്. അതിനുശേഷം രണ്ടാമതായി പറയുന്നത് ബാലൻസ് ബിറ്റ്വീൻ ക്രൈം ആൻഡ് ക്രിമിനൽ. The court evaluates the nature of the crime and the circumstances of the offender. If the crime exhibits exceptional brutality and no mitigating factors favor the accused, the death penalty may be imposed. ഈ രണ്ടാമത്തെ പോയിന്റിലെ സബ് പോയിന്റിൽ പറയുന്ന മിറ്റിഗേറ്റിംഗ് ഫാക്ടേഴ്സിനെ കുറിച്ചിട്ടാണ് കമാൽ പാഷ സാർ പല മാധ്യമങ്ങൾക്കും ബൈറ്റ് കൊടുത്ത സമയത്ത് പറയുന്നത്. മിറ്റിഗേറ്റിംഗ് ഫാക്ടേഴ്സ്, ലഘൂകരിക്കുന്ന, ഈ ഒരു ക്രൈമിനെ ലഘൂകരിക്കുന്ന എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ? അപ്പോൾ അവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിനകത്ത് തെളിവുകൾ എത്രത്തോളം ഉണ്ട്, അത് ഉള്ളതാണോ എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് പേഴ്സണലി അറിയത്തില്ല. ഈ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്ന കാര്യം, പ്രൈവറ്റ് മൊമെന്റ്സ് റെക്കോർഡ് ചെയ്തു എന്ന് പറയുന്ന കാര്യം, അതേപോലെ തന്നെ റിലേഷൻഷിപ്പിൽ നിന്നിട്ട് ഒരാൾക്ക് പോകണമെന്ന് പറഞ്ഞ സമയത്ത് അതിനെ അനുവദിക്കാത്ത ഒരു കാര്യമൊക്കെ ഈ ഒരു ക്രൈമിൻ്റെ മിറ്റിഗേറ്റിംഗ് ഫാക്ടേഴ്സിൽ പെടുന്ന ഒരു സംഗതിയാണ്. അതേപോലെ ഷാരോൺ രാജിന്റെ മരണമൊഴി, അതിലും ഗ്രീഷ്മയാണ് ഇത് ചെയ്തത് എന്ന് വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അതും ഇവിടെ കൺസിഡർ ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അവിടെ ഈ ഫ്രണ്ടിന്റെ മൊഴി മാത്രമാണ് ശരിക്കും ഈ ഗ്രീഷ്മയെ കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്കുള്ളത്. അപ്പോൾ ഈ ഒരു മിറ്റിഗേറ്റിംഗ് ഫാക്ടേഴ്സും ഹയർ കോർട്സിലേക്ക് കൺസിഡർ ചെയ്യപ്പെടില്ലേ എന്നുള്ളതാണ് ഒരു ചോദ്യം. റെയർസ്റ്റ് ഓഫ് ദ റെയർ കേസ് അല്ല എന്നുള്ള ഒരു കാര്യം നിലനിൽക്കുന്നു. മിറ്റിഗേറ്റിംഗ് ഫാക്ടേഴ്സ് അപ്പോൾ അതിനകത്ത് ഏജൊക്കെ കൺസിഡർ ചെയ്യുമെന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ അഡീഷണൽ സെഷൻസ് കോർട്ടിൽ പറഞ്ഞത് ഏജ് കൺസിഡർ ചെയ്യില്ല. ഏജ് എന്ന് പറയുന്നത് ആ മരിച്ച ആളുടെ ഏജും ഒന്നാണല്ലോ, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ ഒരു വിധി ന്യായത്തിൽ കുറേ വൈകാരിക തലങ്ങളുണ്ട്. ഇപ്പോൾ മരിച്ചയാളുടെ ഏജ്, അവർക്കുണ്ടല്ലോ ഫാമിലി, അതേപോലെ തന്നെ വളരെ ബ്രൂട്ടലായിട്ട് സ്നേഹത്തോടെ വിളിച്ചിട്ട് വന്ന് കൊന്നു, ഇതൊക്കെ വൈകാരിക തലങ്ങളാണ്. ശരിക്കും കേസിലെ ഫാക്ട്സ് ആണ് ജോർജ് സാറിനെ പോലുള്ള ആളുകളും കമാൽ പാഷ സാറിനെ പോലുള്ള ആളുകളും കൂടുതലായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റൻസസ് ഉണ്ട്. ഏജ് ഓഫ് ദ അക്യൂസ്ഡ്, മെന്റൽ സ്റ്റേറ്റ്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഓർ ലാക്ക് ഓഫ് ക്രിമിനൽ ഹിസ്റ്ററി. ഇഫ് ദീസ് ഫാക്ടേഴ്സ് outweigh the severity of the crime, the death penalty may not be given. ഈ മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റൻസുകളും കൺസിഡർ ചെയ്യപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് മിനിമം നിയമ അവബോധത്തിൽ ചിന്തിക്കുന്ന നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇനി നോ പോസിബിലിറ്റി ഓഫ് റീഹാബിലിറ്റേഷൻ. The court assesses whether the accused can be rehabilitated
ഓർ ഇഫ് ദെയർ ബിഹേവിയർ ഈസ് ബിയോണ്ട് റിഫോം. ഈ ഒരു പോയിന്റും കൺസിഡർ ചെയ്യപ്പെടാൻ സാധ്യതയില്ലേ? ഈ പോയിന്റുകൾ എന്ന് പറയുന്നത് സുപ്രീം കോടതി പല കേസിന്റെയും വിധി പുറപ്പെടുവിച്ച സമയത്ത് പറഞ്ഞ പല പോയിന്റുകളുമാണ്. ഈ പ്രതിക്ക് വേറെ ക്രിമിനൽ ഹിസ്റ്ററി ഒന്നുമില്ല. ഈ ഒരു സിറ്റുവേഷനിൽ പ്രതി ഇങ്ങനെ ഒരു കൃത്യം ചെയ്തു. 24 വയസ്സേ ഉള്ളൂ. 24 വയസ്സ് നമ്മളുടെ വൈകാരിക തലത്തിൽ കൺസിഡർ ചെയ്യപ്പെടേണ്ട ഒരു സംഗതിയല്ല. എന്നാൽ കോർട്ട് നോക്കുകയാണ്. ഇപ്പോൾ പല രാജ്യങ്ങളും ഈ ക്യാപിറ്റൽ പണിഷ്മെന്റിൽ നിന്ന് മാറുകയാണല്ലോ. കോർട്ട് മനുഷ്യത്വപരമായിട്ട് കൺസിഡർ ചെയ്യുകയാണ്. ഇയാളെ തിരുത്തി സമൂഹത്തിലേക്ക് തന്നെ വിടാം. ഇദ്ദേഹം തിരുത്താനായിട്ട് മനസ്സുള്ള ഒരു വ്യക്തിയാണ്. ഇയാൾ ഒരു സീരിയൽ കില്ലർ അല്ല. അതേപോലെ തന്നെ ആൻറ്റി സോഷ്യൽ ബിഹേവിയറുകൾ മുന്നേ കാണിച്ചിട്ടില്ല. അതേപോലെ കൂട്ടക്കൊലപാതകങ്ങൾ നടത്തിയിട്ടില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു. ഈ ഒരു രീതിയിൽ കൺസിഡർ ചെയ്യപ്പെട്ട് കഴിഞ്ഞാലും ഈ വധശിക്ഷ എന്ന് പറയുന്നത് നിലനിൽക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇമ്പാക്ട് ഓൺ സൊസൈറ്റി. കോടതി ഇന്നലെ വിധിന്യായത്തിൽ എടുത്തു പറഞ്ഞ ഒരു കാര്യമുണ്ട്. സൊസൈറ്റിക്ക് ബാഡ് ആയിട്ടുള്ള ഒരു മെസ്സേജ് കൊടുക്കും ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം. അതും പലയിടത്തും വലിയ ഡിബേറ്റ് ഉണ്ടാക്കിയ പരാമർശമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം 3 ആളുകളെ കൊന്ന ഒരു ഡ്രഗ് അഡിക്റ്റിനെ നമ്മൾ കണ്ടു. അപ്പോൾ ആ ഒരു കേസ്, അതുപോലുള്ള ഒരു ക്രൈം സമൂഹത്തിൽ വലിയ ഒരു പേടി ഉണ്ടാക്കും. ആർക്ക് വേണമെങ്കിലും ഇങ്ങനെ സംഭവിക്കാം. അത്രയധികം ഡ്രഗ് അഡിക്റ്റുകൾ ഇവിടെ വിഹരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു ഫിയർ ഉണ്ടാക്കും. അതേപോലെ തന്നെ സീരിയൽ കില്ലർ കുറെ സ്ത്രീകളെ കൊല്ലുകയാണ്. അങ്ങനെ ഒരു കേസ് ഉണ്ടല്ലോ, കൊറിയയിൽ അങ്ങനെ ഒരു കേസ് ഉണ്ടല്ലോ. അങ്ങനെയുള്ളൊരു കേസിൻ്റെയൊക്കെ ഭാഗമായിട്ടാണെന്നുണ്ടെങ്കിൽ വധശിക്ഷ നടപ്പിലാക്കും. കാരണം ആളുകൾക്ക് ഒരു സമാധാനം, അതേപോലെ തന്നെ ഇതുപോലുള്ളൊരു ക്രൈമൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഒരു ലെസൺ എന്നുള്ള രീതിയിൽ. ഇപ്പോൾ ഷാരോൺ രാജ് മർഡർ കേസിൽ നമുക്കത് 2 വ്യക്തികൾക്കിടയിലുള്ള ഒരു പ്രശ്നം, അതുമായി ബന്ധപ്പെട്ട ഒരു ക്രൈം ആയതുകൊണ്ട് വധശിക്ഷ വേണോ ജീവപര്യന്തം വേണോ എന്നുള്ളൊരു ചോദ്യം വരുന്ന സമയത്ത് ജീവപര്യന്തമായിട്ട് തന്നെ കൺസിഡർ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. 6ാമതായി ജുഡീഷ്യൽ പ്രീസിഡൻസ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞ മുന്നേ ഉള്ള പല കേസുകളുടെയും വിധികളെ കൺസിഡർ ചെയ്തിട്ട് ഒരു തീരുമാനം എടുക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിർഭയ കേസ്. ആ ഒരു കേസിന്റെ ഫാക്ട്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്, ആ ഒരു കേസുമായിട്ട് തട്ടിച്ചു നോക്കുന്ന സമയത്ത് ഈ ഒരു കേസ് എവിടെ നിൽക്കുന്നു എന്നുള്ളത് ഹയർ കോർട്സിൽ കൺസിഡർ ചെയ്യപ്പെടുന്ന ഒരു കാര്യമാവാൻ സാധ്യതയുണ്ട്. ഇപ്പം നമുക്കങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു പൊസിഷനല്ല. ഞാൻ ഒരു മാധ്യമപ്രവർത്തകനാണ്. നമുക്കതിനകത്ത് ഡിസിഷനൊന്നും പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് ഇതുപോലുള്ള കുറേയധികം ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യമുണ്ടല്ലോ, എത്രയോ ആളുകൾ കൊല്ലപ്പെടുന്നു, എത്രയോ ഇതേ പ്രായത്തിലുള്ള പെൺകുട്ടികൾ കൊല്ലപ്പെടുന്നു. ആ ഒരു കേസിലെ പ്രതികൾക്കൊക്കെ ജീവപര്യന്തം. ഇതിലെന്ത് വധശിക്ഷ എന്നുള്ളത് സൊസൈറ്റിക്ക് ആൻസർ കൊടുക്കാൻ പറ്റുമോ? കമൽ പാഷ സാറിനെ എതിർക്കുന്ന ആളുകൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുമോ? എന്തുകൊണ്ട് ബാക്കിയുള്ള കൊലപാതകങ്ങളും ഇതും തമ്മിൽ ക്രൂരതയുടെ അളവ് ഇതിൽ കൂടിപ്പോകുന്നു? ഇപ്പോൾ ഒരാൾ തോക്ക് വാങ്ങിക്കൊണ്ട് വന്ന് വെടിവെക്കാൻ പരിശീലിച്ച് അവിടെ പോയി ഹോസ്റ്റലെടുത്ത് താമസിച്ച് പെയിൻ ഗസ്റ്റായിട്ട് താമസിച്ചിട്ട് പഴയ കാമുകയെ വെടിവെച്ച് കൊള്ളുകയാണ്. അങ്ങനെ വിഷ്ണുപ്രിയയുടെ ഡെത്ത് അങ്ങനെയല്ലേ? ആ ഒരു കേസുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ഇതെങ്ങനെയാണ് റെയറസ്റ്റ് ഓഫ് റെയർ ആവുന്നത് എന്നുള്ളൊരു ചോദ്യം ആളുകൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റില്ല. നമ്മൾ വളരെയധികം വൈകാരികമായിട്ടാണ് ഈ കേസിനെ സമീപിക്കുന്നത്. ഞാനടക്കമുള്ള മാധ്യമപ്രവർത്തകരൊക്കെ ഇതുപോലുള്ള സെൻസിറ്റീവ് ഇഷ്യൂസിനെ പലപ്പോഴും വിൽക്കുകയാണ്. കാരണം ആളുകൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഡിസ്കഷൻസ് ആണ്, അതെടുത്ത് വിൽക്കുകയാണ്. റെയറസ്റ്റ് ഓഫ് റെയർ കേസ് ആയതുകൊണ്ടല്ല മാധ്യമങ്ങൾ ഇത് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഡിസ്കഷൻ ഉള്ളതുകൊണ്ടാണ്, സമൂഹത്തിന് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മളും ഇതിൻ്റെ പുറകിൽ നിൽക്കുന്നത്. റിട്ടയർഡ് പോലീസ് ഓഫീസർ ജോർജ് ജോസഫ് സാർ പറഞ്ഞ ഒരു അഭിപ്രായം ഒന്ന് കേൾക്കാം. ഞാൻ ഇതേപ്പറ്റി നേരത്തെ കമന്റ് ചെയ്തിരുന്നു. ഞാൻ ജീവപര്യന്തം തടവ് കിട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അതിനപ്പുറത്തോട് ഞാൻ ചിന്തിച്ചില്ല. കാരണം അതിനകത്തൊരു ഡിഫൻസ് പറഞ്ഞിട്ടുണ്ട് ഈ കുട്ടി. കാരണം ഞാൻ ഈയുടെ ശല്യം കാരണം ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിച്ച് വെച്ച സാധനം എടുത്ത് കുടിച്ചെന്ന്. അത് നല്ലൊരു ഡിഫൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് ജുഡീഷ്യൽ പ്രശ്വാസ മജിസ്ട്രേറ്റ് കോടതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അത് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. 1955 ഇന്ത്യയിൽ ഒരു സ്ത്രീയെ ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധേയമാക്കിയത്. പിന്നീട് ഇതുവരെ ഒരു സ്ത്രീകളെയും ഇന്ത്യയിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിച്ചിട്ടില്ല. ലോകം മുഴുവൻ ഇപ്പൊ അങ്ങനെയാണ് ക്യാപിറ്റൽ പണിഷ്മെന്റിലോട്ട് വരുന്നത്. എല്ലാ രാജ്യങ്ങളും പിന്മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണത. അല്ല, വിധിക്കല്ല, എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല. നമ്മൾ അത് മനസ്സിലാക്കണം. ലോകത്തിന്റെ മുഴുവൻ അവരെ ലൈഫ് ലോങ് അവർ ജീവിതാവസാനം വരെ അവർ തടവിൽ ശിക്ഷിക്കും. അദ്ദേഹം ഒരു ഹൈക്കോടതിയിലെ ജഡ്ജിയായ സമയത്ത് അദ്ദേഹത്തിന് മുമ്പിൽ ഈ പ്രശ്നം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ ജഡ്ജ്മെന്റ്, ആ ലോവർ കോടതിയിലെ വിധി അദ്ദേഹം കാണുന്നത്, എങ്ങനെ ആ രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. അതുകൊണ്ട് അത് ഏകദേശം അത് തന്നെ ഉണ്ടാവും ഈ കേസിന്റെ വിധി എന്ന് ഞാൻ അത് കേട്ടപ്പോൾ മുതൽ പറയുന്നത്. എന്റെ അഭിപ്രായം ഏകദേശം അദ്ദേഹത്തോട് യോജിച്ചാണ്. പക്ഷെ വൈകാര്യമായിട്ട് നമുക്ക് തോന്നും ഒരാൾ ഇറങ്ങിപ്പോയി, അതുപോലെ വൈകാര്യമായിട്ട് നമുക്ക് എല്ലാവർക്കും അവിടെ തൂക്കിക്കൊല്ലേണ്ടതാണ്. പക്ഷെ അവൾക്കൊരു ഡിഫൻസ് ഉണ്ട് ഇതിനകത്ത്. ആ ഡിഫൻസ് കോടതി നോക്കിയിട്ടില്ല. അതിനല്ലേ 364 അനുസരിച്ച് അത് അപ്ലൈ അവരെ തട്ടിക്കൊണ്ട് പോയി കൊന്നെന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് അത് ഒരു ഇന്റർപ്രിട്ടേഷൻ എനിക്ക് മനസ്സിലാകുന്നത്. ഞാൻ ഈ IPC CRPC എവിഡൻസ് ആക്ടൊക്കെ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്ന മനുഷ്യനായിരുന്നു. അപ്പൊ അത് എനിക്ക് മനസ്സിലാകുന്നത്. അതിൽ അപ്പുറത്തോട്ട് പോകുന്നത്
എനിക്ക് എന്നോട് ചോദിക്കാൻ പറ്റുന്നില്ല. കാരണം ഇന്ത്യയുടെ ചിന്താഗതി മുഴുവൻ ഇപ്പൊ അങ്ങനെയാണ്. സുപ്രീം കോടതി ചിന്താഗതിയാണ്, കേരള ഹൈക്കോടതി അങ്ങനെ തന്നെ. അതുതന്നെയല്ല, ഈ ഹൈക്കോടതി ഇപ്പം നമുക്കറിയാം, ഇതിനെ ഒരു കൺഫർമേഷൻ കിട്ടണമെങ്കിൽ 414 CRPC ഹൈക്കോടതി കൺഫേം ചെയ്ത് മാത്രമേ ഒരു വാറണ്ട്, ഒരു ബ്ലാക്ക് വാറണ്ട് എക്സിക്യൂട്ടീവ് പ്രൊഡിപ്പിക്കാൻ കഴിയുള്ളൂ. അപ്പൊ ആ ലെവലിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ സുപ്രീം കോടതി 132 അനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് പോകാം, 136 അനുസരിച്ച് പോകാം. അത് സുപ്രീം കോടതിയുടെ നോക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ രീതിയിലല്ല, നമുക്ക് വൈകാരികം പ്രതികരിക്കും. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ കോടതി, ഹൈക്കോടതിയും സുപ്രീം കോടതി ക്യാപിറ്റൽ പണിഷ്മെന്റ് അത് നടപ്പാക്കണമെന്നുള്ള തീരുമാനത്തിൽ എത്താനുള്ള സാധ്യത വളരെ വന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെയാണ് പെരിയ കൂട്ടക്കൊല കേസിനകത്ത് എന്തുകൊണ്ട് കൊടുത്തില്ല? നമുക്ക് ഓരോന്നോരും നമ്മൾ ചിന്തിക്കുമ്പോൾ ഓരോരോ മർഡർ വളരെ ബ്രൂട്ടൽ മർഡറാണ്. പക്ഷെ ഈ പയ്യനെ സ്നേഹിച്ച പയ്യനാ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇതിനകത്ത് വേറൊരു ഡിഫക്റ്റ് ഞാൻ കാണുന്നത്, ആ ഡൈയിങ് ഡിക്ലറേഷൻ ആ പയ്യൻ കൊടുത്തതിനകത്ത് അയാള് ഇവളുടെ കാര്യം, ഇവള് ചതിച്ചെന്നോ ഈ പെൺകുട്ടി ചതിച്ചെന്നോ ഇവിടെ കൊല്ലാൻ കൊടുത്തെന്നോ പറയുന്നില്ല. അത് പറയണ്ടേ? അത് കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞ അവളെ എന്നെ ചതിച്ചെന്ന് പറഞ്ഞ അയാളൊരു മൊഴി വന്നിട്ടുണ്ട്. പക്ഷെ മരണം വരെ ഏകദേശം 10-15 ദിവസം ആ ആശുപത്രി ഡൈയിങ് ഡിക്ലറേഷൻ ഈ കുട്ടിയെ അതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒന്നും പറഞ്ഞില്ല എന്നുള്ളതാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം ഈ കാര്യത്തിൽ. ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും കുറേയധികം വ്യക്തത കിട്ടി എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ആദ്യം പറഞ്ഞ ഒരു കാര്യമുണ്ട്, സ്ത്രീകൾ എന്ന് പറയുന്ന ഒരു കാര്യം. അങ്ങനെയുള്ള ഒരു പ്രത്യേക പരിഗണന ഈ സുപ്രീം കോടതിയുടെ വിധികളിൽ നമ്മൾ മുന്നേ പരിശോധിച്ച പോയിന്റുകളിൽ കാണാനായിട്ട് സാധിക്കുന്നില്ല. ഇപ്പോൾ ഈ ഗ്രേവസ് നേച്ചർ ഓഫ് ക്രൈം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് മെയിനായിട്ട് വധശിക്ഷ അംഗീകരിക്കപ്പെടുന്നത്. ഇപ്പം സ്ത്രീകൾ ഉൾപ്പെട്ടിട്ടുള്ള മർഡർ കേസുകളിൽ ആ ഒരു ബ്രൂട്ടാലിറ്റിയുടെ ആ ഒരു അളവ് കുറവായതുകൊണ്ടായിരിക്കാം അങ്ങനെയുള്ള വിധികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കാത്തത്. ഇപ്പം ഇതിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ പരിശോധിച്ച കേസുകൾ നിർഭയ കേസ്, ധനഞ്ജോയ് ചാറ്റർജി കേസ്, കെയർ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് കേസ്, അങ്ങനെയുള്ള കേസുകളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ബ്രൂട്ടാലിറ്റി നമുക്ക് അറിയാവുന്നതാണ്. RJ Kar മെഡിക്കൽ കോളേജിലെ ബ്രൂട്ടാലിറ്റിയെ കുറിച്ചിട്ടും ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. ഇതിനെ പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. ഇത് അങ്ങനെ ചോദിക്കും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒന്ന് ഒഴിവാക്കുക എന്ന് പറയുന്നത് ശരിയാണ്, തെറ്റാണത്, അത് ക്രൈമാണ്. ഇല്ല, ഞാൻ പറഞ്ഞില്ല എല്ലാ കൊലപാതകങ്ങളും എന്ന് പറയുന്നത് ബ്രൂട്ടലാണ്. പക്ഷേ എല്ലാ കൊലപാതകങ്ങൾക്കും നമുക്ക് ഡെത്ത് പെനാൽറ്റി കൊടുക്കാൻ പറ്റില്ല. അതിന് റയറസ്റ്റ് റയർ ആവണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ഒരു സർക്കംസ്റ്റാൻസ് അല്ല അത് വേണം. അങ്ങനെ ഇതിനകത്ത് ആ രീതിയിലുള്ള ഒരു സർക്കംസ്റ്റാൻസ് ആയിട്ട് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ കേസിന്റെ ഫാക്ട്സ് മനസ്സിലാക്കിയിട്ട് പിന്നെ ഇതിന്റെ എവിഡൻസും തെളിവും എല്ലാം നോക്കിയിട്ട് ഹൈക്കോടതി തീരുമാനിക്കട്ടെ. ഹൈക്കോടതിയാണ്, 2 ജഡ്ജിമാരാണ് ആ തീരുമാനം എടുക്കുന്നത്. ഡിവിഷൻ ബെഞ്ചാണ് അതിനകത്ത്. അതായത് ഈ ഡെത്ത് പെനാൽറ്റി സെഷൻ ജഡ്ജി കൊടുത്തു കഴിഞ്ഞാൽ, അഡീഷണൽ സെഷൻ ജഡ്ജി ആരായാലും കൊടുത്തു കഴിഞ്ഞാൽ അത് സബ്ജക്ട് ടു ദ കൺഫർമേഷൻ ഓഫ് ഹൈക്കോടതിയാണ്. അതായത് ഹൈക്കോടതി അത് കൺഫേം ചെയ്യണം. 24 വയസ്സുള്ള ഒരു കുട്ടിയല്ലേ, ഞാൻ പറഞ്ഞില്ലേ, മെച്യൂരിറ്റി ഓഫ് മൈൻഡ് ഇല്ല. അതാണ് ഇതിൽ നിന്നെല്ലാം വെളിവാകുന്നത്. ഒന്നാമത് ഇവരെ ഒന്ന് ഒഴിവാക്കണമെന്ന് തീരുമാനിക്കുന്നത് അതിന്റെ മെച്യൂരിറ്റി ഇല്ലായ്മ കൊണ്ടാണ്. അല്ലെങ്കിൽ ഇതൊക്കെ തയ്യാറാണ്, ഇവർ ഇതുപോലെ ഉണ്ട്, അല്ലെങ്കിൽ അവന് കേസ് കൊടുക്കണം. ഇതൊന്നും അത് ചെയ്തില്ലല്ലോ, അതൊന്നും ചെയ്യാതെ അതങ്ങ് തന്നെ ഒഴിവാക്കാൻ തീരുമാനിച്ചു ഈ രീതിയിൽ. പിന്നെ അവന് പ്രേമം അസ്ഥി കുടിച്ചിരിക്കുന്നതുകൊണ്ട് ഇത് കഷായം കൊടുത്താൽ അവൻ കഷായം കുടിക്കും, വിഷം കൊടുത്താൽ വിഷം കുടിക്കും. ആ രീതിയിലേക്ക് ആയിപ്പോയി. അതാ വന്നേക്കുന്നത്. അതിനകത്ത് ഞാൻ പറഞ്ഞില്ല, അത് ഒരിക്കലും നമ്മുടെ ഈ ജുഡീഷ്യറിയിലെ ഒരിക്കലും ഒരു റിട്രിബ്യൂഷൻ, ഒരു പ്രതികാര വാഞ്ച എന്ന് പറയുന്നത് നമുക്ക് വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. പ്രതികാര വാഞ്ച ഉള്ളതെന്ന് പറഞ്ഞാൽ റിട്രിബ്യൂഷൻ എന്ന് പറയുന്നുള്ളത് ഈ വിക്ടിമിന്റെ കുടുംബങ്ങൾക്കാണ്. അതിന്റെ അമ്മ, സഹോദരൻ, അച്ഛൻ ഇവരൊക്കെ ആണെങ്കിൽ അവർക്കാണ് ഈ റിട്രിബ്യൂഷൻ, അതായത് പ്രതികാര വാഞ്ച പറയുന്നത്. പക്ഷെ അത് ഇതിപ്പോ എല്ലാവർക്കും ഇത് കേൾക്കുമ്പോൾ അങ്ങ് തോന്നും, ഇത് ഇവർക്ക് ഇങ്ങനെ തന്നെ വേണം, കൊടുക്കണം, കൊല്ലണം എന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് പേര് സാധാരണ ചിന്തിക്കുന്നവരായ രീതിയിൽ ചിന്തിക്കും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരുപാട് ഡെത്ത് പെനാൽറ്റി കൊടുത്തിട്ടുള്ള ആളാണ്. ഇവിടെയാണ് നമുക്ക് അഭിപ്രായ വ്യത്യാസമുള്ള 1-2 പോയിന്റുകൾ വരുന്നത്. 24 വയസ്സല്ലേ ഉള്ളൂ, മെച്യൂരിറ്റി ഉണ്ടാവില്ല. അത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സംഗതിയല്ലല്ലോ. ഒരാളുകളുടെ മെച്യൂരിറ്റി പ്രായവുമായിട്ടൊന്നും തട്ടിച്ചു നോക്കി അളന്ന് നമുക്ക് കുറിക്കാനായിട്ട് പറ്റാത്ത ഒരു സംഗതിയാണ്. ആ ഒരു ക്രൈമിന്റെ ഗ്രേവസ് നേച്ചർ നോക്കുക എന്നുള്ളതേ ഉള്ളൂ. ഷാരോൺ രാജ് മരണമൊഴിയിലടക്കം ഗ്രീഷ്മയ്ക്കെതിരായിട്ട് കാര്യമായി ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ കമാൽ പാഷ സാർ പറയുന്നത് 24 വയസ്സല്ലേ ഉള്ളൂ എന്നുള്ള ഒരു രീതിയിലാണ്. അപ്പോൾ ഈ 2 ആൾക്കാരുടെയും പരാമർശങ്ങളിൽ ചില സമാനതകളുണ്ട്. അപ്പോൾ ഈ ഒരു സമാനതകൾ കേൾക്കുന്ന സമയത്ത് ഇപ്പോൾ ഷാരോണിൻ്റെ കേസിൽ നമ്മൾ പറയും ഷാരോൺ അമിതമായിട്ട് സ്നേഹിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കമൽ പാഷ സാറിൻ്റെ കേസിൽ വേണമെങ്കിൽ ആളുകൾ പറയും ഗ്രീഷ്മയെ ന്യായീകരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത്. പക്ഷെ വേറൊരു തലമുണ്ട് ഇതിന്. ആ ഒരു തലം വലിയ പ്രശ്നമാണ്. പെണ്ണുങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യൂ. പെണ്ണല്ലേ, ഗ്രീഷ്മയല്ല, 24 വയസ്സല്ലേ ഉള്ളൂ. അവളെ എനിക്കറിയാം, അവൾ അങ്ങനെയൊക്കെ ചെയ്യും, അവളെ കൊണ്ട് പറ്റുമോ? അതേപോലെ തന്നെ 24 വയസ്സല്ലേ ഉള്ളൂ, ഇങ്ങനെ ഒരു സ്ത്രീ അങ്ങനെയൊക്കെ ചെയ്യും. ഈ ഒരു ലഘൂകരിക്കലുണ്ട്. അങ്ങനെയല്ല, ജെൻഡർ ഭേദമന്യേ പല ക്രിമിനൽസും പല രീതിയിലാണ് ക്രൈമിനെ സമീപിക്കുന്നത്. ജോളിയുടെ കേസ് റെയറസ്റ്റ് ഓഫ് റെയർ കേസായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. എത്ര ക്രൂരമാണ്. പിന്നെ പ്രതികാരത്തെ കുറിച്ചിട്ട് പറയുന്നത് അത് വളരെ നല്ലൊരു പോയിന്റ് തന്നെയാണ്. നമുക്കെന്തിനാണ് പ്രതികാരം? നമുക്ക് പ്രതികാരത്തിൻ്റെ ആവശ്യമില്ല. സമൂഹം അവളെ കൊല്ല്, ഇവനെ തൂക്ക് എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്കുള്ളത് വെറും പ്രതികാരം മാത്രമാണ്. സമാനമായിട്ടുള്ള എല്ലാ കേസുകളിലും നമുക്ക് ഇത്തരത്തിലുള്ള നീതി ബോധമുണ്ട്, നീതി ആവശ്യം ഉന്നയിക്കലുണ്ട് എന്നുണ്ടെങ്കിൽ അത് ന്യായമെന്ന് പറയാം. പക്ഷെ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഇങ്ങനെ ഒരു റെയർ കേസാണ്, ഇതിനകത്ത് ജെൻഡർ ഫ്ലിപ്പ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് അവളെ തൂക്കിക്കൊല്ലണമെന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു പ്രതികാര സമീപനമുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഈ വധശിക്ഷയോട്
നമ്മൾ ഡയറക്റ്റായിട്ട് അനുകൂലിക്കാത്തത്. നമുക്കെന്തിനാണ് വല്ലവനെയും കൊന്നു എന്ന് പറയുന്ന, അല്ലെങ്കിൽ കൊല്ലാൻ ആഹ്വാനം ചെയ്തു, അല്ലെങ്കിൽ വല്ലവനും ചാവണമെന്ന് ചിന്തിച്ചു എന്ന് പറയുന്ന ഒരു മനസാക്ഷി കുറ്റം, അത് വേറെ ആൾക്കാർ ഡീൽ ചെയ്തോട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു ലൈൻ. അതേപോലെ തന്നെ എൻ്റെ ഒരു തോന്നൽ, ഈ മരണശിക്ഷയ്ക്ക് അത്ര വലിയ ശിക്ഷയാണോ എന്നുള്ളതും ഉണ്ട് കേട്ടോ. അതൊന്നും പിന്നെ ഞാൻ നിങ്ങളിലേക്ക് ഇട്ട് തരുന്നില്ല. അപ്പോൾ അതിലൊരു ഡിബേറ്റ് ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. കാരണം അതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള മാനസിക വിചാരങ്ങളിൽപ്പെട്ടതാണ്. എന്തൊക്കെയാണെങ്കിലും രാഹുൽ ഈശ്വർ വിനായകനെതിരെയുള്ള നിയമ നടപടിയുടെ തിരക്കിലായിരിക്കുമെന്ന് വിചാരിക്കുകയാണ്. കാരണം വിനായകൻ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിൽ നിന്ന് നഗ്നതാ പ്രദർശനം നടത്തി. അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണം നമ്മുടെ സംസ്കാരത്തിന് യോജിക്കുന്നതായിരുന്നില്ല. ഉദ്ഘാടനം, അതേപോലെ തന്നെ പ്രമുഖർ പങ്കെടുക്കുന്ന വേദികളിൽ മാത്രമാണോ ഈ വസ്ത്രവുമായി ബന്ധപ്പെട്ട, ശരീരവുമായി ബന്ധപ്പെട്ട ആകുലത എന്നുള്ളത് അറിയാൻ ആഗ്രഹമുണ്ട്. ഇനിയിപ്പോൾ വിനായകന് വേണ്ടി പുരുഷാവകാശ കമ്മീഷൻ ഇറങ്ങുമോ എങ്ങനെയാണ് എന്നുള്ള അറിയില്ല. വസ്ത്രവുമായി ബന്ധപ്പെട്ട, നഗ്നതയുമായി ബന്ധപ്പെട്ട ഒരു കേസല്ലേ. അപ്പോൾ അതൊന്ന് എടുക്കുക. അത് പുരുഷാവകാശമാണോ അതോ മറ്റേ സംസ്കാര വിരുദ്ധമാണോ എന്നുള്ളത് അറിയാൻ ആഗ്രഹമുണ്ട്. നന്ദി.